ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സർവീസായ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ചുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയാണ്. അപ്പോൾ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഏറ്റവും പുതിയ റൂട്ട് ഏതാണ്, എങ്ങനെ ഇതിൽ യാത്ര ചെയ്യാം, കേരളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റൂട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുവാൻ നോക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രെയിൻ യാത്ര തന്നെയാണ്. അതും ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അഭിമാനമായ ഏറ്റവും വേഗതയാർന്ന് ലക്ഷറി ഫീച്ചേഴ്സോടുകൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന വന്ദേ ഭാരതിലാണെങ്കിലോ, അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും വേഗത്തിൽ സുഖമായി നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നാണ് വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ യാത്രകളുടെ മുഖ്യ ആകർഷണം. തിരുവനന്തപുരം മുതൽ ഗോവ വരെ എങ്ങനെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യയെ അറിയാൻ, ഇന്ത്യൻ സംസ്കാരങ്ങളെ അറിയാൻ, കാഴ്ചകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ യാത്രകളിലെ, അതും ട്രെയിൻ യാത്രകളിലെ വൃത്തിയുടെയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ കണക്കിലെടുക്കേണ്ട കാര്യം കൂടിയാണ്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചെറിയൊരു പരിഹാരമാണ് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കൊക്കെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ കടന്നുവരവും. കാശ് മുടക്കി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അന്യമായിരുന്ന സുരക്ഷ, വൃത്തി, സുഖകരമായ യാത്ര എന്നീ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചെറിയൊരു പരിഹാരമാണ് വന്ദേ ഭാരത് പോലുള്ള സർവീസുകൾ. സാധാരണക്കാർക്കും ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സഞ്ചാരികളായ മലയാളികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരു സർവീസാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ആരംഭിക്കുന്ന നിലവിലെ വന്ദേ ഭാരത് കാസർഗോഡ്, മാംഗ്ലൂർ വരെയും തുടർന്ന് പുതിയതായി മാംഗ്ലൂരിൽ നിന്നും ഗോവ വരെയുമാണ് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യേണ്ടവർക്കായി ഈ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഗോവയിലേക്കുള്ള സഞ്ചാരികൾക്കുള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക് സുഖകരമായി എത്തിച്ചേരാം എന്നുള്ളതാണ് പ്രത്യേകത. മാംഗ്ലൂരിൽ നിന്നും ഗോവ വരെ വെറും 4.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. നിലവിൽ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ 8 മണിക്കൂർ 45 മിനിറ്റാണ് വന്ദേ ഭാരത് റണ്ണിംഗ് ടൈം. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40 മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ്. തുടർന്ന് രാവിലെ 8:30 മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:10 മഡ്ഗോണിലും എത്തുന്നതാണ്. 320 കിലോമീറ്റർ ദൂരം 4.5 മണിക്കൂറിലാണ് വന്ദേ ഭാരത് എത്തിച്ചേരുന്നത്. ഈ യാത്രയിൽ ഉടുപ്പി, കാർവാർ എന്നിങ്ങനെ 2 സ്റ്റോപ്പുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗോവയിലേക്കും മുംബൈയിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനകരമാകും വിധത്തിലാണ് ഈ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്.
മംഗലാപുരത്ത് നിന്നും വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് 1:15 എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് 2:40 മഡ്ഗോണിൽ നിന്നും വന്ദേ ഭാരതിൽ മുംബൈയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മുംബൈയിൽ രാത്രി 10:25 ട്രെയിൻ എത്തിച്ചേരുന്നത്. അതേസമയം മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് വരെ നീട്ടണമെന്നാണ് ആവശ്യം. കേരളത്തിനും ഗോവയ്ക്കും ഇടയിലുള്ള വിനോദസഞ്ചാരം വളർത്തുവാനും സഞ്ചാരികൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനും സാധിക്കുന്ന തരത്തിലാണ് ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. നിലവിൽ ബഡ്ജറ്റ് യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഗോവ യാത്ര പ്ലാൻ ചെയ്യുന്നത് ട്രെയിൻ ആയതിനാൽ മറ്റ് എക്സ്പ്രസ് ട്രെയിനുകളും ഈ റൂട്ടിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചിലവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നുള്ളതാണ് ട്രെയിനുകളെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട യാത്രാ ഉപാധിയായി കാണുന്നതിലെ പ്രധാന ഘടകം. വളരെ എളുപ്പത്തിൽ സുഖസൗകര്യങ്ങളോടെ ഇനി ലക്ഷ്യസ്ഥാനത്തേക്ക് വന്ദേ ഭാരതിലും എത്താൻ സാധിക്കുമെന്നതാണ് ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ സഞ്ചാരികൾക്ക് കിട്ടുന്ന നേട്ടവും. IRCTC സൈറ്റിൽ നിന്നും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ലഭ്യവുമാണ്. അപ്പോൾ പ്രയോജനകരമായ സർവീസുകൾ ഉപയോഗപ്പെടുത്തി യാത്രകൾ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ മറ്റു യാത്രകളുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.